ഈ കാണുന്ന മൂന്ന് സംഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഈ നാട്ടുകാർ കഴിക്കുന്ന ഒന്നും ചോറല്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ വലിയ തെറ്റുകളാണ്. ഇവർക്ക് ഇവരുടേതായ ശരികളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്ന പെൺകുട്ടി നിവേദനം കൊടുക്കാനാണെങ്കിലും സെൽഫി എടുക്കാനാണെങ്കിലും. അടുത്തത്, ഷാഫി പറമ്പിൽ കിടന്ന് കാണിച്ചു കൂട്ടിയ അംഗം, അത് ന്യായീകരിക്കുന്ന കുറേ കോൺഗ്രസ്സുകാർ. മൂന്നാമത്തത്, മറ്റേ മോനെ എന്ന് വിളിച്ച സുരേഷ് ഗോപി സാറിൻ്റെ മറ്റൊരു വീഡിയോ. അല്ലെങ്കിൽ ഇവരെല്ലാവരും പറയുന്നത് നാട്ടുകാർക്കാണ് ഭ്രാന്തെന്നാണ്. നമുക്കൊന്ന് നോക്കാം, ശരിക്കും നാട്ടുകാർക്കാണോ നമുക്കാണോ ഭ്രാന്തെന്നുള്ളത്. ആദ്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ സംഭവം തന്നെ നോക്കാം. അപ്പോൾ മുഖ്യമന്ത്രി ഒരു വേദിയിലേക്ക് വരികയാണ്. വേദിയിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി ഒരു മൊബൈലും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആൾക്കാർ പറഞ്ഞു സെൽഫി എടുക്കാനാണെന്ന്. പെൺകുട്ടി പറയുന്നു സെൽഫിക്കല്ല, നിവേദനം കൊടുക്കാനാണെന്ന്. അപ്പോൾ സെൽഫി ആണെങ്കിലും നിവേദനമാണെങ്കിലും പുള്ളിയുടെ മുഖത്തുള്ള പ്രസന്നത, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് കുട്ടി പോകൂ നമുക്ക് പിന്നെ ചെയ്യാം എന്നൊന്നുമല്ല. ഒന്ന് കണ്ടു നോക്കാം അല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മൂവിച്ചൽ കടവിൽ നിന്ന് 4 ബസ് ആ കുട്ടി അവിടെ എന്തോ ആവശ്യപ്പെടുന്നുണ്ട്. സാർ ഒരു സെൽഫി. സാർ ഞാനൊരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തുമാവാം. അപ്പോൾ കുട്ടി പറയുന്നത് പുള്ളിക്കാരി നിവേദനം കൊടുക്കാൻ വേണ്ടി പോയെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മറ്റേ പ്രത്യേകതരം ആക്ഷൻ കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആക്ഷനാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഈ കുട്ടിയുടെ ന്യായീകരണം ഒന്ന് കേൾക്കാം. കുട്ടി വെറും കുട്ടിയല്ല കേട്ടോ, കുട്ടി വലിയൊരു കുട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ഉന്നത നിലയിലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ കുട്ടിയുടെ ഒന്ന് പ്രതികരണം നമുക്കൊന്ന് കേട്ടോക്കാം. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് കേട്ടോക്കാം. ഈ മുഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ പരിചിതമാണ്. ഇത് ആതിര ഗ്രേസ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളറട ഡിവിഷനിലെ CPIMന്റെ പ്രതിനിധിയായി വിജയിച്ച ആളാണ്. ഇന്നലെ അമ്പൂരിയിലെ ഒരു പാലം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് സെൽഫി എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അതിന് വിസമ്മതിക്കാതെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടാകാം. ആ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഇന്നലെ കുമ്പിച്ചൽ കടവ് പാലം എന്ന് പറയുന്നത് പതിറ്റാണ്ട് കാലത്തെ ഒരു നാടിന്റെ സ്വപ്നമാണ്. അപ്പോൾ അത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതൊരു സ്വപ്നം തന്നെയാണ്, നമ്മുടെ ഒരു റിയാലിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ഉത്സവത്തിന്റെ ഒരു ആഘോഷമായിരുന്നു. ഇന്നലെ തന്നെ CM വരുന്ന പരിപാടിക്ക് 5000-ഓളം ആൾക്കാരായിരുന്നു അവിടെ പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഇന്നലെ ഇത് വലിയൊരു വികസനത്തിന്റെ ഒരു പരിപാടി, അത് ഒരു പരിപാടി മാത്രമല്ല നമ്മുടെ ഉദ്ഘാടനിച്ചത്, റോഡുകളും മറ്റു പരിപാടികളൊക്കെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു വിവാദം, അതിനൊരു വലിയൊരു വിവാദമാക്കി മാറ്റിയതിനോട് തന്നെയാണ് വലിയൊരു ദുഃഖമായിട്ട് അല്ലെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ടത്. അപ്പോൾ അത് സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല, ഫോൺ കോൾ വന്നു. ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോകുന്നു, തിരക്കായിരുന്നു CM. വേറെ ഒരു വിവാദമായിട്ടോ അതിനൊരു മറ്റു രീതിയിൽ വളച്ചൊടിക്കാൻ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കൊന്നും അല്ല. ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അതിൽ ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ട് ഞാനൊരു നിവേദനം നമ്മുടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സംഭവം കുട്ടി പറയുന്നതിൽ കാര്യമുണ്ട്. പുള്ളിക്കാരി ഒരു സെൽഫി എടുക്കാനൊന്നും പോയതൊന്നുമല്ല, അല്ലെങ്കിൽ വിവാദമാക്കേണ്ട കാര്യമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. അതായത് പാലം, റോഡ് ഇതൊക്കെ ഉണ്ടാക്കിയ വികസനം നടത്തിയ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള സംഭവം നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ മെയിൻ പോയിന്റ് അതല്ലല്ലോ. അപ്പോൾ മെയിൻ പോയിന്റിലേക്ക് വരുവാണെങ്കിൽ പുള്ളിക്കാരി പറയുന്നത്, പുള്ളിക്കാരി ഫോണുമായിട്ട് ചെന്നപ്പോൾ പെട്ടെന്നൊരു കോള് വന്നു. അപ്പോൾ പെട്ടെന്ന് ഫോണിലേക്ക് ആ കോള് വരുന്നത് നോക്കിയതാണ്. പിന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പോയതാണ്. ബാക്കിയും കൂടി ശ്രദ്ധിച്ചു. നമ്മുടെ പ്രസിഡന്റ് മുന്നിൽ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ രീതിയിൽ ആ നിവേദനം പറ്റിയിട്ട് ഒരു നിവേദനം എന്റെ തന്നെ പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു. നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. CM ഫോട്ടോ എടുക്കാൻ ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അത് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് CM പോയി. ഇതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അത് ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അത് ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് CM പോയി. അത്രയൊക്കെ പറയാനുള്ള സമയം കിട്ടിയെന്നുള്ളതാ. പക്ഷെ കുട്ടിയുടെ പോയിന്റ്, CMന്റെ നിവേദനത്തിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ അത് ഗവൺമെന്റിന്റെ അടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഗവൺമെന്റാണ് അത് വെടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ പോയിന്റ് നിങ്ങളെല്ലാവരും ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. ഇനിയും വരുന്നുണ്ട്, ന്യായീകരണം തീർന്നിട്ടില്ല. വേറെ രീതിയിൽ വാദമായിട്ട് മാറി നിൽക്കാനപ്പോ പറഞ്ഞു. ഇല്ല ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ സംസാരിച്ചില്ല. നമുക്ക് അതിനകത്ത് വീഡിയോ കാണുമ്പോൾ അങ്ങനെ രീതിയിൽ തെറ്റിദ്ധാരണയായിട്ട് തോന്നുന്നു. അത് കേൾക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മുടെ ഇത്രയും നല്ലൊരു സൗണ്ടും ക്രൗഡായിട്ട് നിന്നൊരു സമയത്തായിരുന്നല്ലോ. അപ്പം നല്ല തിരക്കായിട്ടിരുന്ന ഒരു സമയമായിരുന്നത്. അപ്പം അതിനുശേഷം പാർട്ടി നേതാക്കളൊക്കെ സംസാരിച്ചു. സ്വാഭാവികമായിട്ട് നമ്മളൊരു എനിക്ക് തോന്നുന്നു 25 വയസ്സേ ഉള്ളൂ. ഈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും പ്രായം പറഞ്ഞ ആണ്. അപ്പോൾ CM അങ്ങനെ കാണിച്ചു. അപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയോ? പാർട്ടി നേതാക്കളൊക്കെ സംസാരിച്ചോ? ഇല്ല, സംഭവം ഇന്നലെ അവിടെ നിന്ന് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല, വേറൊരു സംഭവമേ അല്ല എന്ന രീതിയിൽ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം. അത് പുറത്തൊരു വീഡിയോ. അപ്പോൾ കുട്ടി ആദ്യം പറഞ്ഞു ഗവൺമെന്റ് അടുത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞത്രേ. പിന്നെ പറയാണ് അത്രയും സൗണ്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞതെന്ന് കേട്ടില്ല. പഠിച്ചിട്ടാണെങ്കിലും കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഇത് പഠിക്കാണ്ട് വന്ന കള്ളമാണോ, കള്ളം പറയാനുള്ള അത്ര കഴിവില്ലാത്ത നിഷ്കളങ്കയായ കുട്ടിയാണോ, എന്താണോ? എന്തായാലും
കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പോട്ടെ, ഇത് എല്ലാ പാർട്ടിക്കാരുടെയും കയ്യിലുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി നമുക്ക് UDF കിടക്കാം. ഓക്കെ, UDF എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഒരു പരിപാടി നടന്നു, പരിപാടിക്കിടയിൽ കറിയൊക്കെ പിടിച്ച് തള്ളി താഴെ ഇട്ടിട്ട് എനിക്ക് പ്രസംഗിക്കണം എന്നുള്ള സ്റ്റൈൽ വന്നിട്ട് ഞാനിനി പ്രസംഗിക്കുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞ ആ സംഭവത്തിന് തേച്ച് മിനുക്കിക്കൊണ്ട് ന്യായീകരണമായിട്ട് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി, വരാൻ പോകുന്ന ഭാവി മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. നോക്കാം. ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഊതി വീർപ്പിക്കുന്നത്. ഞങ്ങളുടെ സമയം വളരെ വൈകിയപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് പറഞ്ഞത് ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, വേഗം പോട്ടെ. ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലുശ്ശേരിയിലെ പരിപാടി എൻ്റെ അവസാനിക്കുന്നത് 9:58 എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഞാൻ ഒരു വിധത്തിലാണ് കാരണം ഈ തിരക്ക് കാരണം, ജാഥയിലെ ആളുടെ പ്രശ്നവും കാരണം, ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറ്റ്യാടിയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനം പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. അതാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണുപോയത്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? എനിക്ക് തന്നെ കേട്ടിട്ട് കരച്ചിൽ തന്നെ. എന്നാൽ ഈ നാട്ടുകാരും മാധ്യമങ്ങളും കണ്ടതെല്ലാം ഇതൊക്കെ തെറ്റാണ്. നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ വീഡിയോ കണ്ട കൃത്യമായിട്ട് അറിയാം, അവരങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. അതായത് എന്ത് പറയാനാണ്, ഞാനൊന്നും പറയാം. ഇനിയിപ്പോൾ നമുക്ക് സുരേഷ് ഗോപി സാറും ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. മറ്റേ മോനെ എന്ന് വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം മറ്റേ മോനെ എന്നാണോ വിളിച്ചത് അല്ലേ എന്നൊക്കെ. ഈ പെയിൻസിൻ്റെ കാര്യത്തിൽ സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള അത് കൊടുക്കുന്നതിനടക്കമുള്ള പ്രതിബന്ധങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഒരു കോൺഫിഡൻസോടൊരു സംഭവം പറഞ്ഞായിരുന്നല്ലോ, പെരുമട എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എത്രയേ ഉള്ളൂ, സത്യം പറയണം, എൻ്റെ നെഞ്ചത്ത് കൈവച്ചാണ് പറയാം. ഞാൻ നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ച അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അന്നേരം എടുത്ത് പറയാൻ തോന്നിയില്ല. മറ്റേ അത് പറഞ്ഞ ആ മോനില്ലേ എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ അമ്മ സമയം നിങ്ങളെല്ലാം കൂടി വ്യാഖ്യാനിച്ച് അത് അങ്ങനെ ആക്കി എടുക്കണം ഇലക്ഷൻ വരുന്നതുകൊണ്ട് എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് പരിതപിക്കാൻ സാധിക്കില്ല. എനിക്ക് വേണ്ട, വീണ്ടും ഞാൻ അങ്ങനെ ഇത് ഞാൻ പുച്ഛത്തോടെ തള്ളുന്നു എന്നൊന്നും ഞാൻ പറയുന്നു. ഇവന്മാരെ കൂടി നമ്മളെ കരയിപ്പിച്ച് കൊല്ലും. കാരണം എല്ലാം നമ്മുടെ തെറ്റാ, നമ്മുടെ നാട്ടുകാരുടെ തെറ്റാ, മാധ്യമങ്ങളുടെ തെറ്റാ. മാധ്യമങ്ങളുടെ തെറ്റ് പലപ്പോഴും വരാറുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ നാട്ടുകാരുടെ തെറ്റാ. നമ്മുടെ ചിന്താഗതി മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇത് 3 പാർട്ടിക്കാരും ഒരുപോലെ പറയുമ്പോൾ നമ്മുടെ തന്നെ പ്രശ്നം. വിധി